ഹായ് ഓൾ, റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ റീനീറ്റിന് നമുക്ക് ചോദിച്ചിരിക്കുന്ന നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് തന്നു. 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അവർ ഐഡൻറ്റിക്കലാണ്. പി എന്ന് പറയുന്ന കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയും ടോട്ടൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റൻസിൻ്റെ എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ ½ ആണ് നമുക്കറിയാം. പിയും ക്യൂവും ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പിയുടെ v/2 ആയിരിക്കും. സോ നമുക്കിവിടെ പി എന്ന് പറയുന്ന കപ്പാസിറ്റർ, അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് സി എന്ന് തന്നെ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ദെൻ എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ പി ½ C × v/2 ഹോൾ സ്ക്വയർ. ദെൻ CV²/8 എന്നാണ് അതിൻ്റെ എനർജി. അത്രയും ജൂളാണ് നമുക്ക് കിട്ടുക. ടോട്ടൽ സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടുപിടിക്കുവാനായിട്ട് ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. പിയും ക്യൂവും അവർ സീരീസ് കോമ്പിനേഷൻസ് ആണ്. അവരെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ചെയ്യാൻ നമ്മുടെ 1/C1 + 1/C2 നമ്മൾ ചെയ്യും. ദെൻ നമുക്കവിടെ C/2 എന്നാണ് ഈ സീരീസ് കോമ്പിനേഷൻ നമുക്ക് കിട്ടുക, ഇക്വലൻ്റ് കപ്പാസിറ്റൻസ്. ഇത് നമ്മുടെ എസുമായിട്ട് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സി നമുക്ക് ആഡ് ചെയ്താൽ ടോട്ടൽ കപ്പാസിറ്റൻസ് നമുക്കവിടെ കിട്ടും. അത് 3C/2 ആയിരിക്കും. ഇനി സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ 1/2 ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് അത് 3C/2 ആയിരിക്കും. ദെൻ വി തന്നെയാണ് പൊട്ടൻഷ്യൽ v² എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. സോ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3CV²/4 എന്നായിരിക്കും ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഇനി റേഷ്യോ എടുക്കണം. നമ്മുടെ പി എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ എനർജി ഡിവൈഡ് ബൈ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ CV²/8 ഡിവൈഡഡ് ബൈ 3CV²/4 എന്നായിരിക്കും നമുക്ക് കിട്ടുക. v² ടേമുകളെ നമ്മൾ കട്ട് ചെയ്യുന്നു. ദെൻ 4ഉം അതുപോലെ തന്നെ 8ഉമായിട്ട് കട്ട് ചെയ്താൽ നമുക്കിവിടെ 2 കിട്ടിയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് നമുക്ക് എഴുതുവാൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് രണ്ടാമതായിട്ട് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഒരു യൂണിറ്റ് പോയിൻ്റ് ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ഒരു ഡൈലക്ട്രിക് സ്പിയർ, ഒരു ചാർജ്ഡ് ഡൈലക്ട്രിക് സ്പിയറിൻ്റെ ഇൻസൈഡിലൂടെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ചാർജ്ഡ് ഡൈലക്ട്രിക് സ്പിയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വോളിയത്തിലെ ആ ഒരു ഇലക്ട്രിക് ചാർജസിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ എ എന്ന് പറയുന്ന പോയിൻ്റാണ് ആ ഡൈലക്ട്രിക് സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 2r ഡിസ്റ്റൻസ് അകലെ. ദെൻ ബി എന്ന് പറയുന്ന പോയിൻ്റ് ഡൈലക്ട്രിക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് 3r ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ്, ഇവിടെ ഒരു വർക്ക് ഡൺ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോയ സമയത്ത് ആ വർക്ക് ഡൺ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. ρr² ഡിവൈഡഡ് ബൈ N∈0 ആണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് നമ്മുടെ വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. ദെൻ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വർക്ക് ഡൺ ρr² ഡിവൈഡഡ് ബൈ N∈0 നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് പഠിച്ചിരിക്കുന്നത് ആ 2 പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജാണ്. ദാറ്റ് മീൻസ് VA - VB × Q എന്ന് എഴുതുവാൻ സാധിക്കും. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ Q × VA - VB എന്ന് എഴുതുവാൻ സാധിക്കും. ഇവിടെ ഒരു പോയിൻ്റ് ചാർജായിട്ട് കൺസിഡർ ചെയ്യാം. എയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇക്വേഷൻസ് എല്ലാം.
ദെൻ കോമൺ ആയിട്ട് രണ്ട് ടൈമിലും 1/4πε0 വരും. പോയിന്റ് ചാർജിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1/2r മൈനസ് 1/3r ആണ്. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ LCM മെത്തേഡോ ഒക്കെ ചെയ്താൽ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്ക് Q/4πε0 ദെൻ R/6 എന്ന് കിട്ടും. ഒരു R² ടേം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ക്യൂവിന് പകരം നമ്മുടെ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ റോ ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോളിയമാണ്. 4/3πr³ ആണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ദെൻ ക്യൂവിനെ നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം ഈ വാല്യൂ വെച്ച്. അപ്പോൾ റോ വരുന്നു, 4/3 വരുന്നു, πr³ ടേം ഇവിടെ വരുന്നുണ്ട്. ദെൻ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ അവിടെ 4πε0 6 r ആണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ പൈയുടെ ടേമുകളെയൊക്കെ കട്ട് ചെയ്ത് കളയാം. 4നെ നമുക്ക് കട്ട് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. ദെൻ r³ താഴെ ഡിനോമിനേറ്ററിൽ r ഉണ്ട്. ദെൻ 3 × 6 18 എന്ന് കിട്ടും. റോ r² ഡിവൈഡഡ് ബൈ 18 എന്ന് നമുക്ക് വരും. കൂടാതെ ε0 ഉണ്ട്. അപ്പോൾ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്നിനെ റീപ്ലേസ് ചെയ്യുന്നത് 18 ആണ്. അതായത് എന്നിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യണം. വർക്ക് ഡണ്ണിൻ്റെ ക്വസ്റ്റിനിലെ തന്നിരിക്കുന്ന ഇക്വേഷനുമായി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 18 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്വസ്റ്റിനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.